ആയിട്ട് കെറ്റിലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒരു പായസത്തിൽ അങ്ങ് തുടങ്ങിയാലോ? അതെ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സേമിയ പായസമാണ്. ഇത് തന്നെ കെറ്റിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സേമിയ എടുത്ത് പൊട്ടിച്ചിടുക, അത് കുറച്ച് നേരം റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. നമ്മൾ നമ്മുടെ മുന്തിരിയും കാശും കൂടി റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. അതേ കെറ്റിലേക്ക് നമ്മൾ വാങ്ങി വെച്ചേക്കുന്ന നമ്മുടെ പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾ ഇവിടെ 4 പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നുണ്ട്. അത് 4 10-ന്റെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ഇട്ട് നേരെ അടച്ചു വെക്കുക. പിന്നെ പാൽ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സേമിയ മിക്സ് എടുത്തിട്ട് കൊടുക്കുക. സേമിയ മിക്സ് ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടും. ഇതിൽ ഉണ്ടാക്കിയോണ്ട് തന്നെ പെട്ടെന്ന് പായസം റെഡിയായി വന്നിട്ടോ, അതുകൊണ്ട് അധികം ടൈമൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറയാം, നമ്മൾ വിചാരിച്ച പോലെയല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് ഒരു വട്ടമൊന്നും അല്ല ഈ ടേസ്റ്റ് ചെയ്യുന്നത്, കുറേ വട്ടം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സേമിയ പായസമൊക്കെ ഉണ്ടായിട്ട് കുറേ നാളായി. പണ്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു, അപ്പോൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയത് ഇവൾമാർക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കിയ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടായില്ലേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.